പഞ്ചായത്ത് ഇല്ലെങ്കിൽ പഞ്ചിക്ക് പ്രശ്നമാകും. പഞ്ചായത്തിലെ പഞ്ചിക്ക് പ്രശ്നമാകും. ഈ പഞ്ചിക്ക് പ്രശ്നമായി കഴിഞ്ഞാൽ കുറച്ചുകൂടി കഴിയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു എക്സംഷൻ ഇല്ലേ? എത്ര മിനിറ്റ് ഉണ്ട്? 5 മിനിറ്റ് എക്സംഷൻ ഉണ്ട് അല്ലേ? കുറച്ചുകൂടി കഴിയുമ്പോൾ ആ എക്സംഷൻ കൊണ്ട് ക്യാൻസൽ ആയി പോകും. കാരണം എന്താ? ആ എക്സംഷൻ മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ IT മേഖലയിലേക്ക് വരുന്ന സംഭവം എന്താ പറയുമോ? IT മേഖലയിൽ നമ്മളൊരു കമ്പ്യൂട്ടറിന്റെ മുന്നിൽ വന്ന് നമ്മുടെ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യസമയത്തിന് മുൻപാണെങ്കിൽ പാസ്വേഡ് കൊടുത്താൽ അത് ഓപ്പൺ ആകും. സമയം കഴിഞ്ഞാണെങ്കിൽ പാസ്വേഡ് കൊടുത്താൽ സോറി പറയും അല്ലേ? സോറി, ഇൻവാലിഡ് പാസ്വേഡ് ഓപ്പൺ ആവാൻ പറ്റില്ല. കാരണം എന്താ? നിങ്ങളുടെ സമയം കഴിഞ്ഞാൽ നിങ്ങൾ എൻട്രി ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ ഒരു ഗ്ലാസ് ഡോർ ആവാം, ആ ഗ്ലാസ് ഡോറിന് അപ്പുറത്തേക്ക് നമുക്ക് എൻട്രി ഉണ്ടാവില്ല. സോറി, കാരണം എന്താ? സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത്തരം കണിശമാർന്ന ചില പ്രവർത്തനങ്ങളിലേക്ക് സ്ഥാപനങ്ങൾ മാറേണ്ടി വരും. കാരണം എന്താ? നമ്മളെക്കാൾ കറക്റ്റായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു സിസ്റ്റം വരാൻ പോവുക. എന്തൊരു സിസ്റ്റമാണ്? നമ്മളെക്കാൾ തുടർച്ചയായിട്ട് ഒരേ ജോലി തന്നെ ആവർത്തിച്ച് ചെയ്യപ്പെടേണ്ടി വരുമ്പോൾ അത് കൃത്യമായി അക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ സാധ്യതയുള്ള സിസ്റ്റം ഇവിടെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഡെവലപ്പ് ആയിട്ടുണ്ട്. ആ സിസ്റ്റം വരാൻ പോവുകയാണ്. എന്ത് സിസ്റ്റം എന്ന് പറയാമോ പ്ലീസ്? AI. പിന്നെയോ AI കൊണ്ട് മാത്രം തീർന്നില്ല. AI അപ്ലൈ ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ കഴിയുന്ന റോബോട്ടിക് സിസ്റ്റം. സിസ്റ്റർ ആ ചെറിച്ചെടുത്തിട്ട് നീഡിൽ ഇങ്ങനെ അല്ല കളയേണ്ടത്, ഡിസ്പോസ് ചെയ്യേണ്ടത് ഇങ്ങനെയല്ല, ഡിസ്പോസ് ചെയ്യേണ്ടത് ഇങ്ങനെയല്ല. എത്ര പ്രാവശ്യം പറഞ്ഞു? ഇങ്ങനെയാണോ കളയുന്നത്? ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഒരു സിസ്റ്ററോട് അല്ലെ ഡ്യൂട്ടി നിൽക്കുന്ന ഒരാളോട് ഒരു കാര്യം മിസ്റ്റേക്കുകൾ വരുമ്പോൾ പലതവണ വീണ്ടും ഓർമ്മപ്പെടുത്തേണ്ടി വരുമ്പോൾ ഒരു റോബോട്ട് ആണെങ്കിലോ അങ്ങനെ ഓർമ്മപ്പെടുത്തണോ? ഒരു തവണ പ്രോഗ്രാം ചെയ്താൽ ആക്യുറേറ്റ് ആയിട്ട് കൃത്യമായിട്ട് സത്യം അല്ലേ ചെയ്യില്ലയോ? അയ്യോ, അതൊരു പ്രശ്നമാവോ? പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. എന്ത് ചെയ്യാൻ പറ്റണം? അതിന് നമ്മൾക്ക് പകരമായി അത്തരം ഒരു സിസ്റ്റം വരാതിരിക്കാൻ നമ്മുടെ ഡ്യൂട്ടികൾ നമ്മൾ കുറച്ചുകൂടി സിൻസിയർ ആവുക, കറക്റ്റ് ആവുക. എങ്കിൽ ഇപ്പോൾ എഴുതിയ മറ്റൊരു കാര്യം കൂടി, ഇപ്പൊ പറഞ്ഞല്ലാതെ മറ്റൊരു കാര്യം കൂടി എഴുതിയതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട തോന്നുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് പറയാം. സിമ്പതി. യെസ്, ഗ്രേറ്റ്. സിമ്പതിയാണോ എമ്പതിയാണോ? രണ്ടും വേണം. ഏതെങ്കിലും ഒരു വള്ളം, രണ്ടു വള്ളത്താലും വിളിക്കും. ഏതെങ്കിലും ഒരു വള്ളം ഏതാ വേണ്ടത്? എന്താ? വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പതി ആൻഡ് എമ്പതി? പ്ലീസ്, എന്താണ് ഈ തമ്മിൽ? നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ സിമ്പതി, എമ്പതി. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പതി ആൻഡ് എമ്പതി? പ്ലീസ്, കറക്റ്റാ? എല്ലാവരോടും കൂടിയാണ് ഞാൻ പറയാവുന്നതുകൊണ്ടോ ഓരോരുത്തരിക്കുന്നത്? എല്ലാവരോടും കൂടിയാണ് ഞാൻ പറയാം. അല്ല, സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റുന്ന തെറ്റിപ്പോകൂടെ, അതിന് കുഴപ്പമില്ല. ആ പ്ലീസ്. യെസ്, അണ്ടർസ്റ്റാൻഡ് ഫീലിംഗ്. ആക്ട് ചെയ്യണോ? അന്നേരം ആ സമയത്ത് ആക്ഷൻ വേണം. ലിസൺ ടു ദം. ഒപ്പം വണ്ടി ഇടിച്ച ഒരാൾ കിടക്കുകയാണ്, നമുക്ക് നോക്കിയപ്പോൾ ഇത്തിരി പരിചയമുള്ള ആളാണ്. ഞാൻ വണ്ടിയായിട്ട് വരുമായിരുന്നേ. അയ്യോ ചേട്ടാ, എന്നെ പറ്റി? അയ്യോ, കൈ മുറിഞ്ഞല്ലോ, കാലും മുറിഞ്ഞല്ലോ. അയ്യോ, കഷ്ടമായി പോട്ടോ. അയ്യോ, ഞാൻ അത്യാവശ്യമായിട്ട് പോകും, ഞാൻ പ്രാർത്ഥിച്ചേക്കാം കേട്ടോ. എന്റെ സിമ്പതി ഞാൻ ഇവിടെ പ്രകടിപ്പിച്ചില്ലേ? പോരെ. പക്ഷെ എപ്പതി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യും? പ്രാർത്ഥന മതിയോ? അവിടെ എന്താ വേണ്ടത്? റൈറ്റ് ടൈമിൽ അദ്ദേഹത്തിന് വേണ്ടത് ട്രീറ്റ്മെന്റ് ആണ്, ഫസ്റ്റ് എയ്ഡ് ആണ്, ഹോസ്പിറ്റലൈസ് ചെയ്യണം. വേണോ? അവിടെ സിമ്പതി കൊണ്ട് കാര്യമില്ല. പ്രാർത്ഥിക്കുന്ന നാവിനേക്കാൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾക്ക് മഹത്വമേറൂ എന്ന് മഹാന്മാർ പറയുന്നത് അതുകൊണ്ടാണ്. ഹലോ, പ്രാർത്ഥിക്കുന്ന നാവിനേക്കാൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾക്ക് മഹത്വമേറും. നമ്മൾ മനസ്സിൽ ഉറപ്പിക്കാൻ പറ്റണം. പ്രവർത്തിക്കേണ്ട സമയങ്ങളിൽ നമ്മൾ പ്രവർത്തിക്കാൻ പറ്റണം. നമ്മുടെ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ഡ്യൂട്ടി ചെയ്യാൻ കഴിയണം. ഓക്കെ, ശരി. ഏതെങ്കിലും ഒരു കാര്യം ഇവിടെ പറയാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഏതാ വേണ്ടത്? സിമ്പതിയാണോ എമ്പതിയാണോ? രണ്ടും വേണം. പക്ഷെ എമ്പതി ആക്ഷൻ ഉണ്ടാവണം. നമുക്കത് സിമ്പതി കൊണ്ട് മാത്രമായില്ല, ആക്ഷൻ ഉണ്ടാവുക. എമ്പതി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആക്ഷൻ ഉണ്ടാവും. പ്ലീസ്, അടുത്ത എഴുതിയ കാര്യം ഡെഡിക്കേഷൻ. അതാണ് വിഷയം. ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച നല്ല ഡെഡിക്കേറ്റഡ് ആണ്. പ്ലീസ് കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ നല്ല ഡെഡിക്കേറ്റഡ് അല്ലായിരുന്നു അല്ലേ? എല്ലാ ദിവസവും നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിരിക്കണോ? അങ്ങനെ വേണോ? എനിക്ക് കിട്ടുന്ന ശമ്പളത്തിനനുസരിച്ച് ഞാൻ ഡെഡിക്കേറ്റഡ് ആണ്. അതുപോലെ അത് പറയണോ കേട്ടോ. എനിക്ക് കിട്ടുന്ന ശമ്പളത്തിനനുസരിച്ച് ഡെഡിക്കേറ്റഡ് ആവുന്നുണ്ട്. പിന്നെ 5-6 മാസമൊക്കെ എങ്ങനെയാലും നിന്നിട്ടില്ലേ സർട്ടിഫിക്കറ്റ് ഒന്ന് കിട്ടിയാൽ മതി. അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഡെഡിക്കേഷൻ ഇവിടെ തീർന്നു. ഹലോ, ഈ 5-6 മാസത്തെ എങ്ങനെയാലും ഒന്ന് തള്ളി വിട്ടാൽ പോരെ? ഡെഡിക്കേഷൻ വേണോ? വേണം. ഞാനും തന്നെ പറഞ്ഞു വേണം. അത് ഏതെങ്കിലും ആഴ്ചയിലെ ഏതെങ്കിലും ദിവസങ്ങൾക്കല്ല, എൻ്റെ ലൈഫിലും നമ്മുടെ ലൈഫിൽ, പേഴ്സണൽ ലൈഫിൽ, ഫാമിലി ലൈഫിൽ, പ്രൊഫഷണൽ ലൈഫിൽ, സോഷ്യൽ ലൈഫിൽ, എൻ്റെ ലൈഫിൽ നമുക്ക് ആ ഡെഡിക്കേഷൻ ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ ഡെഡിക്കേഷനോടുകൂടിയാണ് ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി അടുത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമ്മൾ അങ്ങനെ ചെയ്യും. നമ്മളതായിരിക്കണം, ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, നമ്മളതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിച്ചു. ക്ലിയർ ആണോ? ഓക്കെ.